ടർക്കിയിലെ ഇസ്താംബുൾ നഗരത്തിന്റെ ഹൃദയമായ ഹിപ്പോഡ്രോം ചത്തുരത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. നേരം ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹഗിയ സോഫിയ ആരാധനാലയം ചത്തുരത്തിന്റെ തലയ്ക്കൽ കാണാം. സന്ധ്യ മയങ്ങി തുടങ്ങിയെങ്കിലും ടൂറിസ്റ്റുകളും നഗരവാസികളുമായ നിരവധി പേർ ഇവിടെയുണ്ട്. സ്ക്വയറിന്റെ ഒരു മൂലയിൽ വറുത്ത ചെസ്നട്ട് വിൽക്കുന്ന തട്ടുകട. ഇസ്താംബുളിലെ ഒരു രാത്രി കാഴ്ചയാണിത്. വറചട്ടിയിൽ ചെസ്നട്ടുകൾ പാകപ്പെടുത്തിയെടുക്കുന്നു. തണുപ്പുള്ള സായങ്കാലങ്ങളിൽ ചൂടുള്ള ചെസ്നട്ടുകൾ കുറിച്ച് തെരുവിലൂടെ നടക്കുക രസകരമാണ്. ചക്കക്കുരു കനലിൽ ചുട്ടു തിന്നുമ്പോഴുള്ള അതേ രുചി തന്നെയാണ് ഇതിനും. ചെസ്നട്ട് വാങ്ങാനെത്തുന്നവരെയും കച്ചവടവുമെല്ലാം നോക്കി കുറച്ചു നേരം ഞാൻ നിന്നു. 5 ലിറയാണ് ഒരു കൂട് ചെസ്നട്ട് വറുത്തതിന്. കൈയുറയും കോട്ടുമെല്ലാം ധരിച്ച ഈ കച്ചവടക്കാരൻ ഒരു രസതന്ത്രജ്ഞനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം ഒരു സഹായിയുമുണ്ട്. ഇടയ്ക്ക് ഇയാളുടെ വക ചില അലങ്കാര പ്രകടനങ്ങൾ. 5 ലിറ നൽകി അയാളിൽ നിന്ന് ഞാനും ഒരു കൂട് ചെസ്നട്ട് വാങ്ങാൻ തീരുമാനിച്ചു. അതിനിടെ കച്ചവടക്കാരനുമായി ചില കുശലങ്ങൾ പങ്കുവച്ചു. അയാൾക്ക് എന്റെ പേരറിയാൻ ആഗ്രഹം. പക്ഷേ എന്റെ നീളമുള്ള പേര് അവന് പിടികിട്ടിയില്ല. കച്ചവടക്കാരന്റെ ഉത്സാഹിയായ സഹായി സ്വയം പരിചയപ്പെടുത്തി. ബഞ്ചുകളായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഇവ കണ്ടാൽ ഒരു പാക്കറ്റ് വാങ്ങാതെ ആരും പോവില്ല. വറുത്ത ചെസ്നട്ടും കുറിച്ച് സ്ക്വയറിലൂടെ നടന്നെത്തിയത് ട്രാമുകൾക്കായി തീർത്ത പാതയ്ക്ക് സമീപമാണ്. പള്ളികളിൽ നിന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് വിളി കേട്ടു. വെട്ടിത്തിളങ്ങുന്ന ഒരു ട്രാം നീങ്ങിയെത്തുന്നു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ട്രാമുകൾ. ഇസ്താംബുൾ നഗരത്തിലെ ഏറ്റവും പ്രധാന യാത്രാ സംവിധാനമാണിത്. 3 ലിറ നൽകിയാൽ നഗരത്തിലെ ഏതറ്റം വരെയും സഞ്ചരിക്കാം. വിദ്യാർത്ഥികൾക്ക് 1 ലിറ മതി. 3 ലക്ഷത്തിലേറെ ആളുകളാണ് ദിനവും ഈ ട്രാമുകളെ ആശ്രയിക്കുന്നത്. 1966-ൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് വേണ്ടി ട്രാമുകളെ ഇസ്താംബുളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പിന്നീട് 2 ദശകങ്ങൾക്ക് ശേഷം പുത്തൻ രൂപത്തിൽ ട്രാമുകൾ നഗരത്തിൽ തിരികെയെത്തി. പെട്രോളിയം ഇന്ധനങ്ങൾ അപ്പോഴേക്കും ഈ സുന്ദര നഗരത്തെ അത്രമേൽ മലീമസമാക്കിയിരുന്നു. ഇവയെ കൂടാതെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഹെറിറ്റേജ് ട്രാമുകൾ എന്ന പേരിലും ചില സർവീസുകൾ നിലവിലുണ്ട്. അന്തരീക്ഷ മലിനീകരണം ഒട്ടും സൃഷ്ടിക്കാത്ത യാത്രാ സംവിധാനമാണിത്. അടുത്ത ദിവസം മുതൽ നഗരത്തെ കാണാനുള്ള യാത്രകൾ ട്രാമിലാകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി മാപ്പ് ഉപയോഗിച്ച് ഇസ്താംബുൾ നഗരവഴികൾ പഠിച്ചെടുക്കണം. സുൽത്താൻ അഹമ്മദ് പ്രദേശത്തെ തിരക്കേറിയ നഗരഭാഗത്തേക്ക് ഞാൻ നടന്നു. ദിവാൻയോളു എന്നാണ് ഹിപ്പോഡ്രോം സ്ക്വയറിനരികിലെ ഈ തെരുവിന്റെ പേര്. ദിവാൻയോളു തെരുവിന്റെ 2 വശങ്ങളിലും ഭക്ഷണശാലകളുടെ നീണ്ട നിര തന്നെയുണ്ട്. തനത് ടർക്കിഷ് വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. കബാബും ബാർബിക്യൂ ഡിഷുകളുമെല്ലാമാണ് പ്രധാന ആകർഷണം. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രീറ്റാണ് ദിവാൻയോളു. പാതയ്ക്കിരുവശവുമുള്ള എത്തനിക് ഭക്ഷണശാലകളും കറൻസി എക്സ്ചേഞ്ച് സംവിധാനങ്ങളുമെല്ലാം വിദേശികളായ സഞ്ചാരികളെ ലാക്കാക്കിയുള്ളവയാണ്. ടൂർ കമ്പനി ഓഫീസുകളും ഇവിടെ കാണാം. മുഖ്യപാതയിൽ നിന്നും 2 വശങ്ങളിലേക്കുമായി ഇടയ്ക്കിടെ ഇത്തരം ചെറിയ വീഥികളുണ്ട്. ഈ ഇടത്തെരുവുകളുടെ ഓരം മുഴുവൻ റെസ്റ്റോറന്റുകളാണ്. കുടക്കീഴിൽ മേശയും കസേരയുമെല്ലാം ഇറക്കിയിട്ട ഓപ്പൺ എയർ സംവിധാനങ്ങൾ. വർണ്ണവിളക്കുകൾ കൊണ്ട് ആളുകളെ പ്രലോഭിപ്പിക്കുന്ന ഭക്ഷണശാലകളാണ് എങ്ങും. മെഴുകുതിരി വെട്ടത്തിൽ തീർത്ത കാൽപ്പനിക പരിസരം. ചാറ്റ് സ്ട്രീറ്റ് എന്നു പേരുള്ള റെസ്റ്റോറന്റിലേക്ക് ഡിന്നർ കഴിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ചിലർ ബിയറും നുണഞ്ഞാണ് ഇരിപ്പ്. ഇസ്ലാമിക രാജ്യമാണെങ്കിലും മദ്യത്തിന് വലിയ നിരോധനമില്ലിവിടെ. ടൂറിസത്തിന്റെ തള്ളലിൽ പരമ്പരാഗത വിലക്കുകൾ പലതും ഇല്ലാതെയായി. രാത്രി വൈകുന്നതോടെ ഭക്ഷണശാലകളിലേക്ക് കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക വസ്ത്രങ്ങൾ അണിഞ്ഞ ചെറുപ്പക്കാരാണ് അധികവും. സമയം പിന്നിട്ടുകൊണ്ടിരുന്നു. ഇത്തരം കടകൾക്ക് വളരെ സമീപമായാണ് ട്രാം റെയിലുകൾ ഉള്ളത്. മാതള നാരങ്ങയുടെ ജ്യൂസ് വിൽക്കുന്ന വഴിയോര കടകളിൽ മരം കോച്ചുന്ന ഈ തണുപ്പിലും ആളുകളെ കാണാം. ഇവിടുത്തുകാർക്ക് പ്രിയമേറിയ ഒന്നാണ് മാതള നാരങ്ങ. കസ്റ്റമേഴ്സിനെ ക്ഷണിച്ചു കയറ്റുന്നതിനായി റെസ്റ്റോറന്റിന് പുറത്ത് ആളുകളുണ്ട്.
മഫ്ത ധരിച്ച മുസ്ലിം പെൺകുട്ടികൾ അടക്കമുള്ള നഗരവാസികൾ കുടുംബസമേതമെത്തി ഇത്തരം ഷോപ്പുകളിൽ നിന്ന് ഡിന്നർ കഴിക്കുന്നു. ഷോപ്പിന് പുറത്തുള്ള മെനു കാർഡ് നോക്കി മാത്രം അകത്ത് കയറിയാൽ മതി. 10-15 ലിറയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. അതും നല്ല ടർക്കിഷ് മാംസവിഭവങ്ങൾ. ചില ഇടത്തെരുവുകൾ കടന്നു ചെല്ലുന്നത് ടർക്കിഷ് ബാത്ത് ഹൗസുകളിലേക്കാണ്. വളരെ പ്രശസ്തമാണ് ടർക്കിഷ് സ്റ്റീം ബാത്ത്. നീരാവിക്കുളിയാണത്. ഞാൻ ദിവാൻ യോളുവിന്റെ മുഖ്യപാതയിലേക്ക് ഇറങ്ങി. കടകളിൽ ഭൂരിഭാഗവും ഭക്ഷണശാലകൾ തന്നെ. വിദേശികളായ സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയുണ്ട് ഇവിടെ. ചില റെസ്റ്റോറന്റുകൾ അടയ്ക്കാൻ തുടങ്ങുന്നു. ശൈത്യകാലത്ത് 7 മണിയാകുമ്പോഴേക്കും കടകളെല്ലാം അടയ്ക്കും. നഗരം ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. വഴിയോരത്ത് തട്ടുകട നടത്തിയിരുന്നവരും പതിയെ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. ഞാൻ തിരികെ ഹിപ്പോഡ്രോം ചത്തുരത്തിലെത്തി. അവിടവും വിജനമായി തുടങ്ങിയിരിക്കുന്നു. ഇസ്താംബുൾ നഗരത്തിലെ ഒബ്ലിസ്കുകൾ രാത്രിയിൽ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച ചേതോഹരമാണ്. അരണ്ട വെളിച്ചം തെരുവിനെ മനോഹരമാക്കുന്നു. ചത്തുരത്തിനരികിലെ ചില റെസ്റ്റോറന്റുകൾ ഇപ്പോഴും ആളുകളെ കാത്തിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് തിരികെ നടക്കുമ്പോൾ മറ്റൊരു കട കണ്ടു. വരൂ സഹോദര എന്ന് പറഞ്ഞ് ഇയാൾ എന്നെ കടയിലേക്ക് വലിച്ചു കയറ്റി. മുൻപരിചയമുള്ള പോലെയാണ് പെരുമാറ്റം. എന്നിട്ട് എനിക്കൊരു മെനു കാർഡ് കൊണ്ടുവന്ന് തന്നു. റെസ്റ്റോറന്റ് ചൂടാക്കി നിർത്തിയിട്ടുണ്ട്. പ്ലേറ്റും ഫോർക്കും എത്തി. എന്നെ ഒരിടത്തിരുത്തിയ ശേഷം അടുത്തവനെ പിടിക്കാൻ അയാൾ വീണ്ടും തെരുവിലേക്കിറങ്ങി തെക്കുവടക്ക് നടക്കുകയാണ്. മെനു കാർഡിലെ പല വിഭവങ്ങളും എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഒടുവിൽ ഒരു ഷീഷ് കബാബ് ഓർഡർ ചെയ്തു. ആദ്യമായി എത്തിയത് അല്പം റൊട്ടിയാണ്. അപ്പോഴേക്കും പാതയോരത്ത് സൂപ്പ് കച്ചവടക്കാരനെത്തി. ഞാൻ തെരുവിൽ വെച്ച് മുൻപ് പരിചയപ്പെട്ട കക്ഷിയാണത്. ഷീഷ് കബാബിന് മുൻപുള്ള സ്റ്റാർട്ടർ എത്തി. ചീസും ചില വെജിറ്റബിൾസും അടങ്ങിയ സാലഡാണിത്. ഒരു തനത് ടർക്കിഷ് വിഭവം. പുറത്തുനിന്ന് സൂപ്പ് വാങ്ങുകയാണ് എന്നെ റെസ്റ്റോറന്റിലേക്ക് വലിച്ചു കയറ്റിയ ചങ്ങാതി. സ്വന്തം കടയിലേതിനേക്കാൾ ചെലവ് കുറവായതിനാലാവാം. അങ്ങനെയിരിക്കെ ഓർഡർ ചെയ്ത ഷീഷ് കബാബ് എനിക്ക് മുന്നിലെത്തി. ഇളം ആട്ടിറച്ചി കനലിൽ മുരിച്ചെടുത്തതും അല്പം ചോറും പച്ചക്കറികളുമെല്ലാം ചേർന്നതാണ് വിഭവം. ഇതല്പം കനപ്പെട്ടതാണ്. എങ്കിലും നല്ല തണുപ്പിൽ ഈ ചൂട് വിഭവത്തിന് പ്രത്യേകമായൊരു രുചി തോന്നി. ഭക്ഷണം കഴിച്ചു കഴിയാറായപ്പോഴേക്കും ഒരു ടർക്കിഷ് കട്ടൻ ചായ എത്തി. ചായക്കാശ് ഒഴിവാക്കിയാണ് വെയിറ്റർ ബില്ല് തന്നത്. അവിടെ നിന്നുമിറങ്ങി. ഒരു ചാറ്റൽ മഴ കഴിഞ്ഞിരിക്കുന്നു. നനഞ്ഞു കുതിർന്ന കോൺക്രീറ്റ് ഫുട്പാത്തിലൂടെ ആളുകൾ നടന്നു പോകുന്നു. സമയം 7:30 ആയിട്ടേയുള്ളൂ. നഗരവാസികളെല്ലാം കൂനിക്കൂടി വീട്ടിലേക്ക് പോയി തുടങ്ങി. സൂപ്പ് കച്ചവടക്കാരൻ ഇന്നത്തെ ഏർപ്പാട് അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. മുന്നോട്ടു പോയ അതേ വേഗത്തിൽ അവൻ തിരിച്ചു വരുന്നതും കണ്ടു. കാരണം മറ്റൊന്നുമല്ല, ഒരു പോലീസ് വണ്ടി പിന്നാലെ ലൈറ്റും മിന്നിച്ചുകൊണ്ടുവരുന്നു. ഇത്തരം ബിസിനസ്സുകളെല്ലാം ഇവിടെ അനധികൃതമാണ്. വിനോദസഞ്ചാരികൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങുന്നു. ചാറ്റൽ മഴയും നനഞ്ഞ് ഇനിയും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. ശൈത്യകാലത്ത് 7 മണിയോടുകൂടി തന്നെ മിക്കവാറും കടകൾ അടയ്ക്കും. തെരുവ് ശൂന്യമാവും. ടൂറിസ്റ്റുകളും നഗരവാസികളും പാർപ്പിടങ്ങളിലേക്ക് വലിഞ്ഞു തുടങ്ങും. ഇടുങ്ങിയ സ്ട്രീറ്റിലൂടെ ഏകനായി ഞാൻ മടങ്ങി. അല്പനേരത്തെ നടത്തത്തിനൊടുവിൽ താമസിക്കുന്ന സാബ ഹോട്ടലിൽ തിരികെ എത്തി. ഇവിടുത്തുകാരനായ ഉസ്മാൻ എന്നൊരാൾ എന്നെ കാണാനായി വരുമെന്നതിനാൽ റിസപ്ഷനിൽ കാത്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇന്റർനെറ്റിലൂടെ പരിചയപ്പെട്ട ഒരു ടൂർ ഗൈഡാണ് ഉസ്മാൻ. മുൻപ് ടർക്കിയിൽ വന്നപ്പോഴും ഇദ്ദേഹത്തെ കണ്ടിരുന്നു. ഹോട്ടൽ ലോബിയിൽ വച്ച് ഞങ്ങൾ പരിചയം പുതുക്കി. എന്നെ നിരാശനാക്കുന്ന വാർത്തയുമായിട്ടാണ് ഉസ്മാൻ എത്തിയിരിക്കുന്നത്. ഇനി വരുന്ന 2 നാൾ ഇസ്താംബുളിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത മഴയായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനാൽ നല്ലൊരു ടൂർ നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. വേണമെങ്കിൽ പോകാം എന്ന ആത്മവിശ്വാസമില്ലായ്മയാണ് വാക്കുകളിൽ. മൊബൈൽ ഇന്റർനെറ്റിൽ പരതി ഔദ്യോഗിക സ്ഥിരീകരണത്തിനാണ് ഉസ്മാൻ ശ്രമിക്കുന്നത്. ഒടുവിൽ നാളെ മഴയായിരിക്കുമെന്ന തന്റെ പ്രവചനം കൃത്യമാണെന്ന് എന്നെ കാണിച്ചു. ഇന്റർനെറ്റിലെ വിവരങ്ങൾ പ്രകാരം നാളെ പകൽ ഇസ്താംബുളിൽ താപനില 8 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മഴയുമുണ്ടാകും.
മറ്റിടങ്ങളിലെ വിവരങ്ങളും സാധ്യതകളും ഞാൻ ഉസ്മാനോട് തിരക്കി. പടിഞ്ഞാറൻ നഗരമായ എർസുറൂമിലും നാളെ മഴ തന്നെയായിരിക്കുമെന്നാണ് കണ്ടെത്തൽ. ചുരുക്കി പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് ഉസ്മാന്റെ പക്ഷം. പക്ഷേ എനിക്ക് കാഴ്ചകളിലേക്ക് പോയേ പറ്റൂ. ഇനിയുള്ള ദിവസങ്ങളിലും തനിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ ഉസ്മാനെ യാത്രയാക്കി. നാളെ പകലിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകളാൽ മനസ്സ് അല്പം അശാന്തമാണ്. പക്ഷേ എല്ലാം ശുഭകരമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ മുറിയിലേക്ക് മടങ്ങി. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഇതാ അനവധിയായ കാഴ്ചകളുടെ ഒരു സമാഹാരം. സഞ്ചാരം ഡിവിഡികൾ വോളിയം നമ്പർ 6. വെസ്റ്റ് ഇൻഡീസ്, സൈപ്രസ്, ലാവോസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബ്രൂണൈ, ഫ്രാൻസ്. അമൂല്യമായൊരു ദൃശ്യയാത്രാ വിവരണ സമാഹാരം. ഫുൾ HD ക്വാളിറ്റിയിൽ 20 ഡിവിഡികൾ. വില 3500 രൂപ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീളുന്ന യാത്രകൾ നടത്തിയാലും ലഭിക്കാത്തത്ര കാഴ്ചകളും അറിവുകളും നിങ്ങൾക്ക് ഈ സമാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു. വെറും 3500 രൂപയ്ക്ക് കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഞ്ചാരം ഡിവിഡികൾ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. അടുത്ത പുലർക്കാലം. മഴ ചതിച്ചോ എന്നറിയാൻ ജനാല വഴി പുറത്തേക്ക് നോക്കി. തലേന്ന് രാത്രിയിൽ തകർത്തു പെയ്തതിന്റെ ചില ലക്ഷണങ്ങൾ. യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു പോകുന്ന വിദ്യാർത്ഥികളെ തെരുവിൽ കണ്ടു. മർമറ സർവകലാശാലയുടെ ഒരു കെട്ടിടമാണ് നിരത്തിന് എതിർവശമായുള്ളത്. ആ കെട്ടിടത്തിന്റെ എൻട്രൻസ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഒരരികിലൂടെയാണ്. രാത്രിമഴ നനഞ്ഞ നിരത്തിലൂടെ നടന്നുവരുന്ന വിദ്യാർത്ഥികൾ. പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പുകളുമായി ഞാൻ 4ാം നിലയിലെ ടെറസിൽ സജ്ജീകരിച്ചിട്ടുള്ള റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ഹോട്ടലുകാർ തരുന്ന കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മുറിയുടെ വാടകയിൽ ഇതിനുള്ള വകയെല്ലാം അവർ ഈടാക്കിയിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പയറും റൊട്ടിയും ചീസും പച്ചക്കറികളുമെല്ലാം അടങ്ങിയ സമൃദ്ധമായ പ്രാതൽ. ചായയും കാപ്പിയുമുണ്ട്. ഏറെത്തരം ജാമുകളും ബട്ടറും ഫ്രൂട്ട്സും ഇറച്ചിയും എല്ലാം ചേർന്നൊരു സമീകൃത ആഹാരമാണിത്. ആവശ്യാനുസരണമുള്ള വിഭവങ്ങൾ ഓരോന്നായി എടുത്ത് ഞാൻ ടെറസിലെ തീൻമേശയ്ക്കരികിലേക്ക് നടന്നു. കാൽപ്പനികമായ ഒരു കാഴ്ചയുണ്ടിവിടെ. സീകൾ ഇനത്തിൽപ്പെട്ട ചില പക്ഷികൾ ധാരാളമായി ടെറസിന്റെ കെട്ടിൽ വന്നിരിക്കുന്നു. പശ്ചാത്തലത്തിൽ ബ്ലൂ മോസ്കിന്റെ മിനാരങ്ങൾ. മർമര കടലിന് മേൽ പുലർക്കാല മഞ്ഞ് തങ്ങി നിൽക്കുന്ന കാഴ്ച മറ്റൊരു വശത്ത്. ഈ സുന്ദര ദൃശ്യങ്ങൾക്ക് അകമ്പടിയായി സീകളുകളുടെ കുറുകൽ. സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ് ബ്ലൂ മോസ്കിന്റെ മറ്റൊരു പേര്. ഹിപ്പോഡ്രോം ചത്തുരത്തിന്റെ അതിരിലാണ് ഈ ദേവാലയം. കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ അങ്ങു ദൂരെ മർമര കടലിന്റെ തീരം കാണാം. കരിങ്കടലിനും ഈജിയൻ സമുദ്രത്തിനും ഇടയ്ക്കുള്ള ഒരു ഇടക്കടലാണ് മർമര. തുറമുഖത്ത് വലിയ കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്നു. വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം അവസാനിച്ചു. ഇദ്ദേഹമാണ് ഇന്നലെ പരിചയപ്പെട്ട അബ്ദുള്ള. ഹോട്ടലിലെ ലിഫ്റ്റ് വഴി ഞാൻ താഴേക്കിറങ്ങി. ഇന്നലത്തെ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞത്ര വഷളല്ല അന്തരീക്ഷം. മൂടിക്കെട്ടി കിടക്കുകയാണെങ്കിലും ഇപ്പോൾ ഒട്ടും തന്നെ മഴയില്ല. ഈ മരത്തിന്റെ തടിയിൽ അങ്ങനെ തന്നെ ഒരു ചിത്രവേല ചെയ്തതാണെന്ന് തോന്നിപ്പോകും. എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താൻ തയ്യാറായിരിക്കുന്ന പഴയ പല കെട്ടിടങ്ങളും ചത്തുരത്തിൽ കാണാം. പൊതുവെ വിജനമായി കിടക്കുന്ന സ്ക്വയറിന് മധ്യത്തിലേക്കാണ് പിന്നീട് നടന്നെത്തിയത്. കാലാവസ്ഥ മോശമാണെന്നത് തന്നെയാണ് വിജനതയ്ക്ക് കാരണം. അങ്ങനെ നിൽക്കെയാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത്. അലി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇസ്താംബുൾ സർവകലാശാലയിലെ മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയാണ് അലി. ഈ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി അവധിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവധി ദിവസങ്ങളിൽ ടൂറിസ്റ്റ് ഗൈഡ് ബുക്ക് വിൽപ്പനയുമായി ചത്തുരത്തിലെത്തും. എന്റെ ക്യാമറ അലിക്ക് ചെറിയ ചമ്മലുണ്ടാക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഫീസ് വളരെ അധികമാണ്.
അതിനാൽ അവധി ദിവസങ്ങളിൽ ഇതുപോലുള്ള തൊഴിലുകൾ ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത്. വേണമെങ്കിൽ ഒരു ടൂർ ഗൈഡായി എന്റെ കൂടെ വരാമെന്ന് അലി ഒരു ഓഫർ തന്നു. ദിവസം $100 തന്നാൽ മതിയത്രേ. ഉച്ചവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഞാനും കരുതി. പുസ്തകങ്ങൾ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അലി പോയി. മർമറ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസ് മന്ദിരമാണിത്. ടർക്കിയിലെ രണ്ടാമത്തെ വലിയ യൂണിവേഴ്സിറ്റിയാണ് മർമറ. ടർക്കിഷ് പ്രധാനമന്ത്രിയായ റജബ് തയ്യിബ് എർദാനെ പോലെ നിരവധി പ്രമുഖർ പഠിച്ചിറങ്ങിയ കലാലയമാണിത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒറ്റ ക്യാമ്പസിനെയാണ് യൂറോപ്യൻ നാടുകളിൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഘടനകളിൽ നിന്നും ഭിന്നമാണത്. അങ്ങനെയിരിക്കെ മറ്റൊരു വിദ്യാർത്ഥിയും ഗൈഡ് പുസ്തക വിൽപ്പനയുമായി എത്തി. ഇത്തരത്തിൽ ധാരാളം വിദ്യാർത്ഥികളെ ഈ ചത്തുരത്തിൽ കാണാം. എങ്ങനെയെങ്കിലും ഞാൻ ഒരു പുസ്തകം വാങ്ങണം, അതാണ് ഇവന്റെ ആവശ്യം. എന്നാൽ എന്റെ കയ്യിൽ ഇത് കണക്കെ കുറെ പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ അല്പം പണിപ്പെട്ടു. അപ്പോഴേക്കും അലി എത്തി. തികഞ്ഞ ലാഘവത്തോടെയാണ് ആ വരവ്. ഇനി അലിയായിരിക്കും എന്നെ നയിക്കുന്നത്. മഴയിൽ നനഞ്ഞുകുതിർന്ന പ്രഭാത വീതിയിലൂടെ ഞങ്ങൾ നടന്നു. ടൈലുകൾ പാകി സുന്ദരമാക്കിയ പാത. ആദ്യം കാണേണ്ടത് ഹിപ്പോഡ്രോം ചത്തുരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ബ്ലൂ മോസ്കാണ്. സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് അതിന്. ടോപ്കാപ്പി കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകളാണ് നിരത്തിന്റെ അങ്ങേ അതിരിൽ കാണുന്നത്. ടർക്കി ഭരിച്ചിരുന്ന ഒട്ടോമൻ സുൽത്താൻമാരുടെ കൊട്ടാരമായിരുന്നു അത്. 400 വർഷക്കാലം ആ കൊട്ടാരക്കെട്ടിനകത്താണ് ഭരണയന്ത്രം നിയന്ത്രിക്കപ്പെട്ടത്. അങ്ങോട്ടേക്കുള്ള യാത്ര അടുത്ത ദിവസമാകാം. അതിനു മുൻപ് ശൈത്യകാലം കലാവിരുത് കാട്ടിയ വൃക്ഷശാഖകൾ അതിരിട്ട ബ്ലൂ മോസ്കിലേക്കാണ് പോവേണ്ടത്. കവിതാക്കളും മറ്റും വിനോദസഞ്ചാരികളായി തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. മരം കോച്ചുന്ന തണുപ്പിലൂടെയാണ് ഈ സഞ്ചാരം. പള്ളിയുടെ 2 കവാടങ്ങളിൽ അകത്തേക്ക് കയറാനുള്ള വാതിലാണിത്. താരതമ്യേന ഇടുങ്ങിയ ഒരു ഗേറ്റ്. പാതയരികിലെ അതിന്റെ നിൽപ്പിന് വലിയ ആകർഷണമൊന്നുമില്ല. ഞങ്ങൾ മോസ്കിനുള്ളിലേക്ക് കയറി. വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന വലിയൊരു ഉദ്യാനത്തിന്റെ നടുവിലാണ് ഈ പള്ളി. ഇസ്താംബുളിൽ തന്നെയുള്ള പ്രശസ്തമായ ഹഗിയ സോഫിയ എന്ന അത്ഭുത മന്ദിരത്തിന്റെ ബൈസന്റൈൻ ശൈലി ബ്ലൂ മോസ്കിന്റെ നിർമ്മാണത്തിൽ അനുകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ചാരുതയും. ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കൊട്ടാരം നിന്നിടത്താണ് പള്ളി പണിതത്. വൃക്ഷരാജി തലപ്പുകൾക്കിടയിലൂടെ നെടുങ്കൻ മിനാരങ്ങൾ കാണാം. ഒരു പ്രധാന മകുടവും 6 മിനാരങ്ങളും 8 ചെറുമകുടങ്ങളുമാണ് പള്ളിക്കുള്ളത്. പള്ളിക്കകം അലങ്കരിച്ചിരിക്കുന്ന നീല ടൈലുകളാണ് ഇതിന് ബ്ലൂ മോസ്ക് എന്ന പേര് വരാൻ കാരണം. നിസ്കാരത്തിന് മുൻപ് ദേഹശുദ്ധി വരുത്താനുള്ള സംവിധാനം മോസ്കിന് ഇരുവശത്തുമുണ്ട്. പള്ളിയുടെ അകത്തേക്കെട്ടിലേക്ക് നയിക്കുന്ന പടവുകളാണിവ. പേർഷ്യയുമായുള്ള ചില പ്രശ്നങ്ങൾക്കും ആസ്ട്രിയയിലെ ഹാബ്സ്ബർഗ് രാജവംശവുമായുള്ള സമാധാന ഉടമ്പടികൾക്കും ശേഷമാണ് ഇത്തരമൊരു ദേവാലയം നിർമ്മിക്കണമെന്ന് ഒട്ടോമൻ സുൽത്താൻ അഹമ്മദിന് വെളിപാടുണ്ടായത്. 1606 ആരംഭിച്ച പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത് 1616 ഒട്ടോമൻ കാലത്തെ ആദ്യ പള്ളി താൻ നിർമ്മിക്കണമെന്ന് സുൽത്താൻ ആഗ്രഹിച്ചിരുന്നു. പ്രധാനമായും 2 ഭാഗങ്ങളാണ് പള്ളിക്കുള്ളത്. മുഖ്യ ചടങ്ങുകൾ നടക്കുന്ന ഉൾവശവും അത്ര തന്നെ വിസ്തൃതിയുള്ള ഈ തുറസായ നടുമുറ്റവും. അലി എനിക്കൊപ്പം തന്നെയുണ്ട്. മാർബിൾ കല്ലുകൾ അങ്ങനെ തന്നെ വിരിച്ച നടുമുറ്റത്തിന് മധ്യേ ഷഡ്ഭുജ ആകൃതിയിലുള്ള ഒരു ഫൗണ്ടൻ കാണാം. സദഫ്കാർ മെഹമ്മദ് അഗ എന്ന പ്രശസ്തനായ ശില്പിയാണ് ഒട്ടോമൻ വാസ്തുവിദ്യയുടെ ഈ ഉന്നത മന്ദിരം രൂപകൽപ്പന ചെയ്തത്. നടുമുറ്റത്തിന് ചുറ്റുമായി വീതിയേറിയ ഒരു വരാന്തയുണ്ട്. അതിലൂടെ ക്യാമറയുമേന്തി ഞാൻ കുറേ നേരം നടന്നു. ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഇവിടെ വിലക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബ്ലൂ മോസ്കിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര വിശദമായി അന്ന് ചിത്രീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ക്ലാസിക്കൽ പീരീഡിലെ അവസാന മുസ്ലിം ദേവാലയമാണ് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു.
സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പ 2006 ഈ ദേവാലയം സന്ദർശിച്ചിരുന്നു. സുൽത്താൻ അഹമ്മദ് ദേവാലയത്തിന്റെ പ്രധാന ഇടം ഈ താഴികക്കുടങ്ങൾക്ക് താഴെയുള്ള വലിയ ഹാളാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത് ഈ മന്ദിരത്തിനുള്ളിലാണ്. പള്ളി മിനാരങ്ങൾക്കും മേലെ കടൽപ്പറവകളുടെ വലിയ കൂട്ടം വട്ടമിട്ടു പറക്കുന്നു. ഇവിടെ ഏതു നേരത്തും ഈ കാഴ്ച കാണാം. ഹഗിയ സോഫിയയ്ക്ക് ഒരു ബദൽ എന്ന രീതിയിൽ തന്നെയാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത് എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യമാകും. ബ്ലൂ മോസ്കിനെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഗൈഡ് അലി ചില അസംബന്ധങ്ങൾ പറഞ്ഞു തന്നു. അതോടെ ഇങ്ങേരിൽ നിന്ന് ഇനി കാര്യമായൊന്നും കിട്ടാനില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. വിനോദസഞ്ചാരികൾ പ്രവഹിച്ചു തുടങ്ങി. പള്ളിക്കുള്ളിലേക്കുള്ള ഓരോ വാതിലിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികൾ അത്ഭുതം നിറഞ്ഞ മിഴികളുമായി കടന്നുവരുന്നു, ഫോട്ടോകൾ എടുക്കുന്നു. ഇവിടം സന്ദർശിക്കുന്ന എല്ലാവർക്കും മോസ്കിനെ പശ്ചാത്തലമാക്കി ഒരു ചിത്രമെടുക്കണം. പടിക്കെട്ടിൽ ഇരുന്ന് ചരിത്രം വിശദീകരിച്ചു കൊടുക്കുന്ന ഗൈഡുകളും അതിന് കാതോർക്കുന്നവരും സ്ഥിരം കാഴ്ചയാണ്. നേരം ഇരുളുവോളം ഈ അങ്കണത്തിലേക്ക് സഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കും. നീല മാർബിളുകളാൽ അലങ്കൃതമാക്കിയ സുൽത്താൻ അഹമ്മദ് മോസ്കിന് ഉൾവശത്തേക്ക് ഞാൻ സാവധാനം നടന്നു.